എവ്രിവൺ. ഈ അക്കാദമിക് ഇയറിൽ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്, കുറെ പേര് എന്നെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എൻ്റെ പേര് നാസർ ഫാറുദ്ദീൻ എന്നാണ്. ഈ വർഷം നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഞാനും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ നാച്ചു സർ എന്ന് വിളിക്കാം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷെ അതൊന്നുമല്ല ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. നിങ്ങളൊക്കെ 8ാം ക്ലാസ്സിൽ നിന്ന് മനസ്സുകൊണ്ട് 9ാം ക്ലാസ്സിൽ എത്തിയോ? അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ മാത്രമേ ഞാൻ 9ാം ക്ലാസ്സിലേക്ക് ഒഫീഷ്യലി കടക്കൂ എന്നൊക്കെയാണോ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? എന്തൊക്കെയായാലും 3 സബ്ജക്റ്റുകളിൽ വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട് 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ. ഏതൊക്കെ സബ്ജക്റ്റുകളാണെന്ന് അറിയുമോ? അത് ഞാൻ സംസാരിക്കുന്നത് ഇംഗ്ലീഷിനെ കുറിച്ചും മാത്സിനെ കുറിച്ചും സോഷ്യൽ സയൻസിനെ കുറിച്ചുമാണ്. ഈ 3 വിഷയങ്ങളും മക്കൾക്ക് 8ാം ക്ലാസ്സിൽ 40 മാർക്കിനായിരുന്നെങ്കിൽ 9ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് 80 മാർക്കിൻ്റെ വലിയ പേപ്പറുകളാണത്. അതിൽ ഇംഗ്ലീഷിൽ എന്തൊക്കെ മാറ്റമാണ് വരുന്നത് എന്ന് ഞാനൊന്ന് വളരെ വേഗത്തിൽ പറഞ്ഞോട്ടെ. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? കേട്ടോളൂ. ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ 40 മാർക്കിൻ്റെ അത്യാവശ്യം ഒരു കുഞ്ഞു പേപ്പർ ആയിരുന്നെങ്കിൽ 9ാം ക്ലാസ്സിൽ 80 മാർക്കിൻ്റെ ഏകദേശം 36ഓളം ചോദ്യങ്ങൾ വരുന്ന ഒരു വലിയ പേപ്പറാണത്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ലാംഗ്വേജ് സ്കില്ലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, തട്ടിമുട്ടി എഴുതാനൊക്കെ പറ്റുമായിരുന്നെങ്കിൽ 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ കുറച്ചുകൂടെ ക്വാളിറ്റി, കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് 9ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ പേപ്പർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യത്തെ പ്രശ്നം, നമുക്കൊരു പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇല്ല. ഉണ്ടോ? ഇല്ല. ഈ തവണ 10ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് 80 മാർക്കിന്റെ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും അവർക്ക് ആ 15 ചാപ്റ്ററും വർഷങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ അതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താണ്? അവൈലബിൾ ആണ്. എന്നാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. കാരണം ഈ ടെക്സ്റ്റ് ബുക്ക് ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകൾ നമ്മളാണ്. ഹൗ ലക്കി വി ആർ. അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. റിസ്ക് നമ്പർ 1, 80 മാർക്കിൻ്റെ പേപ്പർ, 36 ചോദ്യങ്ങൾ, ഏകദേശം 4/1 ഭാഗം ഗ്രാമർ ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? 40 മാർക്കിന് കഴിഞ്ഞ വർഷം വരെ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ മാക്സിമം ഒരു 8 മാർക്കിനൊക്കെയാണ് ഗ്രാമർ ചോദ്യങ്ങൾ വരുന്നതെങ്കിൽ 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 20 മാർക്കിനാണ് ഗ്രാമർ ചോദ്യങ്ങൾ വരുന്നത്. 20 മാർക്കിന്റെ ഗ്രാമർ ചോദ്യങ്ങൾ, ബാക്കി 60 മാർക്കിന്റെ ഡിസ്കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഏറെക്കുറെ ഒരു പാറ്റേൺ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 5 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ഒരു പ്രോസിലെ പാസേജ് തരും. അതുമായിട്ട് ബന്ധപ്പെട്ട കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്, 5 1 വേർഡ് ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോം തരും, ഒരു കവിത തരും. ആ കവിതയുമായി ബന്ധപ്പെട്ട 5 1 വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 4 1 വേർഡ് ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ പുതിയൊരു ഐറ്റം വരുന്നുണ്ട്, പുതിയൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൻ്റെ പേര് അപ്രിസിയേഷൻ എന്നാണ്. ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയും. നിങ്ങൾക്ക് പഠിക്കാനുള്ള പോം തന്നെയാണ്. അതിൽ 2 3 സ്റ്റാൻസ് തരും. ഓക്കെ ആണോ? റെഡി. പിന്നീട് വരാൻ സാധ്യതയുള്ള 2 ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒന്ന് ഒരു അൺഫെമിലിയർ അല്ലെങ്കിൽ ഫോറിൻ പാസേജ് ആണ്. നിങ്ങൾ ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത ഒരു പാസേജ് നിങ്ങൾക്ക് തരും. അത് വായിച്ചിട്ട് ഒരു 5 മാർക്കിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ 5 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറയും. പിന്നെ ഉള്ളതൊരു ഡാറ്റ അനാലിസിസ് ആണ്. ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടേബിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഒരു ഡാറ്റ തരും. അത് നിങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തുകൊണ്ട് 5 മാർക്കിന് 5 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഓക്കെ ആണോ? ദെൻ 20 മാർക്ക് ഗ്രാമറിലേക്ക് നമുക്ക് അവസാനം വരാം. പിന്നീടൊരു 35ഓളം മാർക്കിന് നിങ്ങൾക്ക് ഡിസ്കോഴ്സുകൾ വരും. 8ാം ക്ലാസ്സിൽ ഇതുപോലെയല്ല. 9ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ഡിസ്കോഴ്സുകളുടെ ക്വാണ്ടിറ്റിയും ഡിസ്കോഴ്സുകളുടെ ഡെപ്തും ഒക്കെ കൂടുവാണ്. ഏതൊക്കെ ഡിസ്കോഴ്സുകളാണ് നിങ്ങൾക്ക് വരിക? നിങ്ങൾക്ക് ഡയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്, കോൺവെർസേഷൻ വരാൻ സാധ്യതയുണ്ട്, ദെൻ ഷോർട്ട് എസ്സേ പാരഗ്രാഫ് വരാൻ സാധ്യതയുണ്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരും, ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും വരും. പിന്നെ ക്വസ്റ്റ്യനെയർ ചോദ്യാവലി തയ്യാറാക്കാൻ വേണ്ടി വരും, സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. പക്ഷേ നമ്മൾ 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ ഡിസ്കോഴ്സുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ദെൻ വലിയ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് നറേഷനും റൈറ്റപ്പും റിവ്യൂ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും വലിയൊരു സിലബസ് ആണ് അവിടെ കിടക്കുന്നത്. നിങ്ങൾ ഗ്രാമർ പാർട്ടിലേക്ക് വരുമ്പോൾ അവിടെ റിപ്പോർട്ടഡ് സ്പീച്ച്, നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചിട്ടില്ല, റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നുണ്ട്, ഫ്രേസൽ വേർബ്സ് വരുന്നുണ്ട്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ വരുന്നുണ്ട്, എഡിറ്റിംഗ് വരുന്നുണ്ട്, നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ് വരുന്നുണ്ട്. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഇതൊരു വലിയ പരീക്ഷയാണ്. അപ്പോൾ നമ്മളതിനെ വലിയ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? തയ്യാറെടുത്ത് തുടങ്ങണം. അപ്പോൾ ഇപ്പോഴേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി പാടാൻ സാധ്യതയുണ്ട്
അംബാനി എന്ന് പറയാൻ വേണ്ടിയാണ് സാറ് വന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങണം. നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ബാച്ച്, ആപ്പിലെ ബാച്ചൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേ ആൾക്കാർ അതൊരു ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. എന്നാൽ ജോയിൻ ചെയ്യാത്ത, ഇപ്പോഴും ഞങ്ങൾ 8ാം ക്ലാസ്സിൽ തന്നെയാണ് എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. 9ാം ക്ലാസ് ഒരു വലിയ ക്ലാസ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ നിർണ്ണയിക്കുന്ന, ഡിസൈഡ് ചെയ്യുന്ന അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ 8ലേക്കാൾ കുറച്ചുകൂടെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട, സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാലമാണ്, ഒരു അക്കാദമിക് ഇയർ ആണ്. സോ അത് ഗംഭീരമായിട്ട് പഠിച്ചു തുടങ്ങണം. അതിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്കറിയാം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങണം. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരെയും സൈലത്തിൻ്റെ ആപ്പ് ബാച്ചിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സോ ഇനി ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ഈ അക്കാദമിക് ഇയർ നമുക്ക് തകർത്തടിച്ച് പഠിക്കണം. സോ ഐ വിൽ സീ യു ദ ടാറ്റ ബൈ.